ഈ തിരുവനന്തപുരം നളന്ദ NGO ക്വാർട്ടേഴ്സിൽ വൻ മരം കടപുഴകി വീണു. കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും കേടുപാടുണ്ടായി. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരം നിന്ന്. ഉമേഷ്, വിശദാംശങ്ങൾ. നളന്ദ NGO ക്വാർട്ടേഴ്സിന് സമീപം കോമ്പൗണ്ടിലെ തന്നെ ഒരു വലിയ മരമാണ് ഇപ്പോൾ കടപുഴകി വീണിരിക്കുന്നത്. ഇത് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ മരം നേരെ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന മറ്റൊരു മാവിലേക്ക്, അത് പുള്ളിമരമാണ് ഏറ്റവും വലുത്, അതിനുശേഷം തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റൊരു മാവിലേക്ക് ഇത് മറിഞ്ഞു വീണു. ഇത് രണ്ടും NGO ക്വാർട്ടേഴ്സ് കെട്ടിടത്തിലേക്കും വീണു. ഈ NGO ക്വാർട്ടേഴ്സ് കെട്ടിടത്തിനകത്ത് തന്നെ ആളുകൾ ഉണ്ടായിരുന്നു. അവരെ തന്നെ പുറത്തിറക്കാൻ ഏകദേശം 2 മണിക്കൂറിലധികം സമയമെടുത്തു. ഇപ്പോൾ ഈ കെട്ടിടത്തിലേക്ക് വീണ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഈ കെട്ടിടത്തിന് മുന്നിൽ, NGO ക്വാർട്ടേഴ്സിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറ്, 5 ബൈക്ക് എന്നിവയ്ക്കെല്ലാം ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പുലർച്ചെ 5 മണിക്കെല്ലാം ശക്തമായ മഴ തിരുവനന്തപുരത്തുണ്ടായിരുന്നു, ശക്തമായ കാറ്റുമുണ്ടായിരുന്നു. എന്തായാലും വൻ മരമാണ്. എന്തായാലും പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ഈ ക്വാർട്ടേഴ്സിന് പുറത്ത് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റ് അപകടങ്ങൾ, ഒരുപക്ഷെ മറ്റ് ആളപായങ്ങളെല്ലാം അങ്ങനെ ഒന്നും ഉണ്ടാകാത്തത് ഒരു ആശ്വാസമാണ്. എങ്കിലും ഈ കെട്ടിടത്തിന് മുകളിലേക്ക് വീണ് കെട്ടിടത്തിൽ സാരമായ നാശനഷ്ടങ്ങളുണ്ട്. വാഹനങ്ങൾ, 5 ബൈക്കുകൾ പൂർണ്ണമായി ഈ മരത്തിനടിയിലാണ്. ഈ മരം പൂർണ്ണമായി മുറിച്ചു മാറ്റി ഇവിടുന്ന് മാറ്റിയാൽ മാത്രമേ ഈ ബൈക്കുകളെല്ലാം പുറത്തേക്ക് എടുക്കാൻ കഴിയൂ. ഇതാണ് സ്ഥിതി. ഇതിന് തൊട്ട് മുന്നിലുണ്ടായിരുന്ന കാറിന് ഏകദേശം പകുതിയോളം തകർന്ന നിലയിലായിരുന്നു കാർ ഇവിടെ നിന്ന് ഇപ്പോൾ അല്പം മുൻപ് മാറ്റുകയാണുണ്ടായത്. എന്തായാലും മരം മുറിച്ചു മാറ്റിയ ശേഷം മാത്രമേ ഈ കെട്ടിടത്തിനകത്ത് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതെല്ലാം കണ്ടെത്താൻ കഴിയും. അത്രത്തോളം വലിയ മരമാണ് മുറിഞ്ഞ് വീണിരിക്കുന്നത്. ഇവിടെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവരെയാണോ? എങ്ങനെയാണ് സംഭവിക്കുന്നത്? രാവിലെ 5 മണിക്കാണ് സംഭവം. രാവിലെ മറ്റേ ഇടി വെട്ടുന്ന പോലെ സൗണ്ട് കേട്ടിട്ടാണ്. നമ്മളെ വെച്ച് ഇടിയായിരിക്കുന്നത്, മഴ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ നോക്കുന്ന സമയത്ത് ബാക്കി നോക്കിയാൽ കുഴപ്പമില്ല. ഫ്രണ്ട് തോന്നപ്പോഴത്തേക്ക് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ മരങ്ങളെല്ലാം അകത്തായിരുന്നു അല്ലേ? പോലായിരുന്നു. പുറത്തിറങ്ങുമ്പോൾ തന്നെ വാതിലും തുറക്കാൻ പറ്റും? വാതിൽ തുറക്കാൻ പറ്റും, പക്ഷേ മരങ്ങൾ ചില്ലയെല്ലാം കൂടെ വന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഇനി വേറെ ഏതെങ്കിലും റൂമിലുണ്ടോ? അവിടെ ആളുണ്ട്. അവർക്ക് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. തൊട്ടടുത്ത് മറ്റൊരു ക്വാർട്ടേഴ്സിലെ ഒരു 2ാം നമ്പർ ക്വാർട്ടേഴ്സ് ഉണ്ട്. ആ ക്വാർട്ടേഴ്സിൽ ഇപ്പോഴും ആളുണ്ട്. അവർക്ക് പുറത്തിറങ്ങണമെങ്കിൽ ഈ പൂർണ്ണമായും മരം മാറ്റിയാൽ മാത്രമേ അവിടെ ഉള്ള ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയൂ. ഏകദേശം 5 മണിക്ക് നടന്ന അപകടം ഇപ്പോഴും ആ കുടുംബം NGO ക്വാർട്ടേഴ്സിലെ 2ാം നമ്പർ ക്വാർട്ടേഴ്സിനകത്ത് ഉണ്ട്. എന്തായാലും അവരെ ഈ കെട്ടിടങ്ങൾ ഈ മരങ്ങൾ മാറ്റുന്നതിനനുസരിച്ച് അവരെയും പുറത്തിറക്കും. എന്തായാലും മറ്റ് ആളപായങ്ങളോ മറ്റാൾക്കോ പരിക്കില്ല എന്നുള്ളത് ഒരു ആശ്വാസം തന്നെയാണ്. എന്തായാലും ഈ മരം മുറിച്ചു മാറ്റി മറ്റ് രക്ഷാപ്രവർത്തനം അത് തുടരുകയാണ്. SKN.